everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു കുട്ടി ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ അങ്ങനെ ഭയങ്കര ദൂരത്തേക്കൊന്നുമല്ല, ഞങ്ങൾ ഒരു ഉത്സവത്തിന് പോവുകയാണ്. വേറെ എങ്ങോട്ടുമല്ല, കണ്ണൂർ സൈഡിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അറിയായിരിക്കും. കുന്നത്തൂർ പാടി എന്ന് പറയും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മുത്തപ്പ ക്ഷേത്രമാണ്. മീൻസ് നമ്മുടെ പറശ്ശിനിക്കടവ്, അത് പിന്നെ ഭയങ്കര പോപ്പുലർ ആണല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും. പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സ്ഥലമാണ് കുന്നത്തൂർ പാടി എന്ന് പറയുന്നത്. അത് കുന്നത്തൂർ പാടി, പുരളിമല, പറശ്ശിനിക്കടവ് ഇതൊക്കെ ഭയങ്കര കണക്റ്റഡ് ആണ് മുത്തപ്പൻ്റെ കാര്യത്തിൽ. എനിക്ക് ഭയങ്കര ഐതിഹ്യമായിട്ട് പറയാനൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ചളാക്കുന്നില്ല. അപ്പോൾ അവിടെ ഉത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ഞാൻ പോകുന്നതാണ്, പക്ഷെ ഇപ്പോൾ ഒരു 2-3 years ആയിട്ട് ഇവിടെ ഇല്ലാത്തത് കൊണ്ടും പിന്നെ കഴിഞ്ഞ വർഷം ഡെലിവറി കാര്യങ്ങൾ അതൊക്കെ ആയതുകൊണ്ടും എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. ഷുട്ടൂനെയും കാണിക്കാമല്ലോ, അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചാണ് എന്തായാലും ഒരു വ്ളോഗായിട്ട് ചെയ്യാന്നുള്ളത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു നോർമൽ സാധാരണ ഒരു സൽവാറാണ് ഇട്ടത്. ഇത് ഒരുപാട് മുന്നേ ഉള്ള സൽവാറാണ് കേട്ടോ. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഇറ്റ് ഫിറ്റ്സ് മീ. എന്താ പറയുക, ആഫ്റ്റർ ഡെലിവറി ഒക്കെ അത് ഫിറ്റ് ആവുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അതിനിതാ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. ഇതാ ഷുട്ടു എന്താണ് അടുത്ത കുരുത്തക്കേട് കാണിക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആക്ച്വലി കുറച്ചേ പോകാനുള്ളൂ. കുറച്ച് എന്താ പറയുക, ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 minutes കൊണ്ടൊക്കെ എത്തേണ്ടതാണ്. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒന്ന് പെട്രോൾ പമ്പിലൊക്കെ കയറി ഇന്ധനം നിറയ്ക്കണമല്ലോ. ആഫ്റ്റർ ഓൾ ദാറ്റ് വി സ്റ്റാർട്ടഡ് അവർ ജേർണി അഗെയിൻ. ആൻഡ് അങ്ങനെ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, ലോങ് ഡ്രൈവിൽ ഷുട്ടൂനെ മാനേജ് ചെയ്ത്, ലോങ് ഡ്രൈവ് എന്നല്ല, ചെറിയ ഡ്രൈവിലും അവളെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പണിയുള്ള കാര്യമാണ്. അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കളിച്ചുകൊണ്ടേ ഇരിക്കണം. അതിനെന്താ ഞങ്ങൾ പോകുമ്പോഴുള്ള ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഞാൻ എടുത്തു വെച്ചു. കാരണം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്താ പറയാ, മലയോര പ്രദേശമാണ് ശരിക്കും ഈ കുന്നത്തൂർപ്പാടി എന്ന് പറയുന്നത്. കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും. ആൻഡ് ഈ സ്ഥലം ശരിക്കും സിറ്റുവേറ്റ് ചെയ്യുന്നത് കാടിന്റെ നടുക്കാണ്. കാടിന്റെ നടുക്ക് ചെറിയൊരു ടെമ്പിൾ എന്ന് പറയാനൊന്നുമില്ല, ചെറിയൊരു സെറ്റപ്പിൽ ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാ ഞങ്ങളിങ്ങനെ അവിടെ എത്തി. ഇതൊക്കെ കാർ പാർക്കിംഗ് ഏരിയ ആണ്. പണ്ടൊന്നും ഇങ്ങനെ കാർ പാർക്കിംഗ് സംഭവം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഫുള്ളി കാടാണ്. നമ്മൾ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ നടന്ന് പോവാ, അത്രേ ഉള്ളൂ. നമ്മൾ കാർ പാർക്ക് ചെയ്തെടുക്കുന്നത് കുറച്ചും കൂടി ഉള്ളോട്ടേക്ക് നമുക്ക് നടന്ന് കുറച്ച് കയറാനൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ, അടിപൊളി നല്ല പ്രകൃതി ഇതാ ഞങ്ങളെല്ലാരും കുന്നും മലയൊക്കെ കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കാണാൻ വേണ്ടിയിട്ട്, വേറെ സംഭവങ്ങളൊന്നും ഇല്ല ആക്ച്വലി. ആൻഡ് നമ്മൾ അവിടെ എത്തിയത് റൈറ്റ് ടൈമിലായിരുന്നു. മുത്തപ്പൻ ഇറങ്ങാൻ നോക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പൊ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. അച്ഛൻ്റെ കൂടെ അടുത്ത് പോയിരുന്ന എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് അങ്ങനെ പേടിയും കാര്യമൊന്നുമില്ല. മുത്തപ്പൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ണൂർകാർക്ക് എല്ലാവർക്കും അറിയാലോ, എല്ലായിടത്തും അധികം നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. അപ്പൊ അവൾക്ക് ചെറുപ്പത്തിൽ കണ്ട് ശീലമുള്ളതുകൊണ്ട് അങ്ങനത്തെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര ചില്ലായിരുന്നു ആള്. അവളതൊക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഇതിങ്ങനെ അവരെ മുടിയൊക്കെ വെച്ച് റെഡി ആവുന്നതിന്റെ ചില ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പോയപ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റി. ഐ ആം സോ ഹാപ്പി.
ഇവിടെ മുകളിലൊക്കെ ഫുൾ ഇങ്ങനെ തന്നെയാണ്, ഫുൾ ഓഫ് കാടും കുറച്ച് കല്ലുകളും പാറകളും അങ്ങനെയുള്ള സംഭവം തന്നെയാണ് ഫുള്ളായിട്ട്. ഇനി രാത്രിയാകുമ്പോൾ ഈ പാറയിലും കല്ലിലും ഒക്കെ ഇരുന്നിട്ടാണ് എല്ലാവരും മുത്തപ്പനെ കാണുന്നത്. ഇതിനേക്കാളും കുറച്ചും കൂടി എന്താ പറയാ തെയ്യങ്ങൾ വരാനുണ്ട് രാത്രിയാകുമ്പോൾ. ഞങ്ങൾ പിന്നെ ചുറ്റുള്ളത് കൊണ്ട് തന്നെ വേഗം പോയി വേഗം വരാന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതാ ഞങ്ങളെല്ലാവരും പൈസ കൊടുക്കാൻ വേണ്ടി ക്യൂ നിന്ന് നിൽക്കുകയാണ്. ഇനി പൈസ ഒക്കെ കൊടുത്ത് ഒന്ന് തൊഴുത് ഞങ്ങള് തിരിച്ചു പോവും. അങ്ങനെ നമ്മള് പൈസ ഒക്കെ കൊടുത്ത് ഇറങ്ങായി. എല്ലാരും പൈസ കൊടുത്തു. ഇതാ അമ്മയൊക്കെ ഇപ്പൊ വരും. അങ്ങനെ ഞങ്ങള് പിന്നെ വേറെ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഇതൊക്കെ തന്നെയുള്ളൂ. അവിടെ ഇങ്ങനെ ചന്തയൊക്കെ കണ്ടപ്പോ പിന്നെ ഞങ്ങള് ഷിപ്പുവിനൊരു ബോള് വാങ്ങിച്ചു. അവളങ്ങനെ പറയാറൊന്നുമില്ല അത് വേണം അങ്ങനെയൊന്നുമില്ല, എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ചുമ്മാ ഒരു ബോള് വാങ്ങിച്ചു. അങ്ങനെ ഇതാ ഞങ്ങള് പോവാണ്. കാറിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, ഒന്ന് ഫ്രഷപ്പായി. പിന്നെ കൂടുതൽ അങ്ങനെ ഒന്നും എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഡയറക്റ്റ്ലി വീട്ടിലേക്ക് വന്നതാണ്. പിന്നെ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞങ്ങൾ ഇനിയിപ്പോൾ എത്തി, ഇനി കുറച്ചൊക്കെ കളിച്ച് പിന്നെ നമ്മള് ഉറങ്ങാൻ പോവാണ്. ഷൂട്ടുകൂടെ ഡ്രസ്സൊന്നും ഇടാണ്ട് നടക്കുക, അതുകൊണ്ട് ഞാൻ കാണിക്കാത്തെ. അപ്പോൾ നമുക്ക് വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ, ബൈ.